statement. Unemployment allowance should be given to all unemployed Indian youth above 18 years of age. 18 years of age. Okay, 18 years above ഉള്ള ഏജുകാർക്ക് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അസംഷൻസ് നോക്കാം. ദർ ആർ അൺഎംപ്ലോയ്ഡ് യൂത്ത് ഇൻ ഇന്ത്യ ഹൂ നീഡ്സ് മോണിറ്ററി സപ്പോർട്ട്. ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നല്ലപോലെ അറിയാം, സം അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് വേറെ സ്റ്റഡീസ് ചെയ്യാനും, അല്ലെ കുറച്ച് പഠിച്ച ആൾക്കാർക്ക് ഒരു അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് അസംഷനിൽ. സെക്കൻഡ് അസംഷൻ, ദ ഗവൺമെന്റ് ഹാസ് സഫീഷ്യൻറ്റ് ഫണ്ട്സ് ടു പ്രൊവൈഡ് അലവൻസ് ടു ഓൾ അൺഎംപ്ലോയ്ഡ് യൂത്ത്. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് അസംഷൻ റെലവെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇംപ്ലിസിറ്റ് ആണ്. സെക്കൻഡ് നോക്കുമ്പോൾ the government has sufficient funds to provide allowance to all unemployed youth. ഇവിടെ ഫണ്ട്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. പിന്നെ ഇത് സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദ ഗവൺമെന്റ് ഹാസ് സഫീഷ്യൻറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിലില്ലാത്തതൊന്നും ആ ഒരു സെന്റൻസിനെ കുറച്ചും കൂടി എന്താ പറയുക സ്പെസിഫിക് ചെയ്തിട്ടും പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു അസംഷൻ എക്സ്പ്ലിസിറ്റ് ആണ്. പിന്നെ ഒരു വാക്കും കൂടി ഉണ്ട് ഇതിൽ, ഓൾ അൺഎംപ്ലോയിഡ് യൂത്ത് എന്നുണ്ട്. അപ്പോൾ ഓൾ എന്നുള്ള വാക്കും വന്നിട്ടുണ്ട്. സോ ഇത് എക്സ്പ്ലിസിറ്റ് ആണ്. ഓപ്ഷൻ എ ഓൺലി അസംഷൻ, വൺ ഇസ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഡയറക്ട്ലി ഫോളോസ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സോ ഇസ് ഇംപ്ലിസിറ്റ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ അതിനായിട്ടുള്ള കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ പോകുന്നുണ്ട്. ദർ ആർ അൺഎംപ്ലോയിഡ് യൂത്ത് ഇൻ ഇന്ത്യ ഹൂ നീഡ്സ് മോണിറ്ററി സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സോ വൺ ഇസ് കറക്റ്റ്. ഓൾസോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് എ സജഷൻ ആൻഡ് ഡസ് നോട്ട് ടെൽ അബൌട്ട് എ ഗവൺമെന്റ് പോളിസി ഓർ ഇറ്റ്സ് പൊസിഷൻ ഓഫ് ഫണ്ട്. അല്ലേ, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഗവൺമെന്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ അത് ഇറലവെന്റ് ആയിട്ടുള്ള അസംഷൻ ആണ്. സോ എക്സ്പ്ലിസിറ്റ്. Next question, sixth question. Computer education should start at schools itself. Assumption നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് വെച്ചാൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ. അസംഷൻ നോക്കിക്കഴിഞ്ഞാൽ ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഇസ് ഈസി. അല്ലെ, കമ്പ്യൂട്ടർ പഠിക്കാൻ ഈസിയാണ്. ഓക്കെ. Next assumption, computer education fetches jobs easily. Okay, first assumption ലേക്ക് കിടക്കാം. ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഇസ് ഈസി. അത് കാരണമാണ് നമുക്ക് സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഷുഡ് സ്റ്റാർട്ട് അറ്റ് സ്കൂൾ ലെവൽ, സ്കൂൾസ് ഇറ്റ് സെൽഫ് എന്ന് പറയാൻ കാരണം അതാണ്. എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പോലും അവർക്ക് എബിലിറ്റി ഉണ്ടാവും ഇത് പഠിക്കാനായിട്ട്. സോ ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഇസ് ഈസി. ആ ഒരു അസംഷൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇംപ്ലിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ അസംഷൻ ട്രൂ ആണ്. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഫെച്ചസ് ജോബ്സ് ഈസിലി. നമുക്ക് ജോബിനെ കുറിച്ചിട്ടും ഇതിൽ പറഞ്ഞിട്ടില്ല അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ജോബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ചെറിയ കുട്ടികൾക്ക് സ്കൂൾ ലെവലിൽ തന്നെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജോബിനെയും ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനെയും റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സെന്റൻസ് ഒന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടില്ല. സോ സെക്കൻഡ് അസംഷൻ എക്സ്പ്ലിസിറ്റ് ആണ്, ഫോൾസ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ശ്രീകുൽ. Clearly, computer education can be started at the school level only if it is easy. Easy ആയാൽ മാത്രമാണ് സ്കൂൾ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് അസംഷനിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് അസംഷനിൽ. സോ വൺ ഇസ് ഇംപ്ലിസിറ്റ്. ഇൻ ദ സ്റ്റേറ്റ്മെന്റ് നത്തിങ് ഇസ് മെൻഷൻഡ് അബൌട്ട് ദ ലിങ്ക് ബിറ്റ്വീൻ ജോബ്സ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. അല്ലേ, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനെയും ജോബിനെയും റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നിട്ടില്ല. So 2 is not implicit. Next is seventh statement. If he is intelligent, he will pass the examination.
ഇയാൾ ഇന്റലിജന്റ് ആണെങ്കിൽ ഇയാൾ എക്സാമിൽ പാസ്സാവും. അസംഷൻസ്: ടു പാസ് ഹി മസ്റ്റ് ബി ഇന്റലിജന്റ്. ഇയാൾ പാസ്സാവണമെങ്കിൽ ഇയാൾ ഇന്റലിജന്റ് ആയിട്ട് ഉണ്ടാവണം. കറക്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഇംപ്ലിസിറ്റ് ആണ്. ഹി വിൽ പാസ് ദ എക്സാമിനേഷൻ. സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആ ഒരു അസംഷൻ മാത്രം, സെക്കൻഡ് അസംഷൻ മാത്രം എടുക്കുമ്പോൾ ആ അസംഷനിൽ എന്ത് പറയാൻ വരുന്നു? വിൽ പാസ് ദ എക്സാമിനേഷൻ. ആര് എന്നറിയില്ല, ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടാണോ എന്ന് അറിയില്ല, അയാൾ ഇന്റലിജന്റ് ആണോ എന്നും അറിയില്ല. സോ ഹി വിൽ പാസ് ദ എക്സാമിനേഷൻ എന്ന് പറയുന്ന അസംഷൻ എക്സ്പ്ലിസിറ്റ് ആണ്. അത് കാരണം ഓപ്ഷൻ എ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഓൺലി അസംഷൻ, വൺ ഇസ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലനേഷൻ നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് മെൻഷൻസ് that he will pass if he is intelligent. അല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോക്കുമ്പോൾ അയാൾ ഇന്റലിജന്റ് ആയി മാത്രം തന്നെ അയാൾ പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ടു പാസ് ഹി മസ്റ്റ് ബി ഇന്റലിജന്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് അസംഷൻ ഇംപ്ലിസിറ്റ് ആവുന്നുണ്ട്. ഫർദർ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഹി വിൽ പാസ്. അല്ലേ? സെക്കൻഡ് അസംഷൻ ഹി വിൽ പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഈ ഹി വിൽ പാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ അസംഷനിൽ പറഞ്ഞ ആളിനെ തന്നെയാണോന്ന് പോലും അറിയില്ല. രണ്ടാമത്തത് ആ ഇന്റലിജന്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, അത് കാരണം ടു ഇസ് നോട്ട് ഇംപ്ലിസിറ്റ്. എയ്ത്ത് സ്റ്റേറ്റ്മെന്റ്, ശ്രീകുൽ. To keep myself up to date, I always listen to 9 p.m. news on radio. A candidate tells the interview board. ഞാൻ എന്നെ അപ് ടു ഡേറ്റ് ആക്കാൻ ഞാൻ എപ്പോഴും 9 p.m. റേഡിയോ ന്യൂസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് പറയാണ്. അസംഷൻസ്: ദ കാൻഡിഡേറ്റ് ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ന്യൂസ് പേപ്പറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ആ ഒരു അസംഷൻ എക്സ്പ്ലിസിറ്റ് ആണ്. റീസൺ ന്യൂസ് ഇസ് ബ്രോഡ്കാസ്റ്റ് ഓൺലി ഓൺ റേഡിയോ. ഈ ഒരു സെക്കൻഡ് അസംഷൻ മാത്രം നോക്കുക. റീസൺ ന്യൂസ് ഇസ് ബ്രോഡ്കാസ്റ്റ് ഓൺലി ഓൺ റേഡിയോ. ഈ ഓൺലി പറഞ്ഞ വാക്ക് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റൂൾസിലുണ്ട്. ഓക്കെ, ആ ഓൺലി പറഞ്ഞു വന്നാൽ ആ ഒരു അസംഷൻ തന്നെ എക്സ്പ്ലിസിറ്റ് ആണ്. ഫർദറായിട്ട് ഇതിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞിട്ടില്ല സ്പെസിഫിക് ആയിട്ട് റേഡിയോ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ സ്പെസിഫിക് ചെയ്ത് റേഡിയോയിൽ മാത്രമാണ് എന്നാ ഈ ഒരു അസംഷൻ പറയുന്നത്. സോ ഇതും എക്സ്പ്ലിസിറ്റ് ആണ്. നൈദർ വൺ നോട്ട് ടു ഇസ് ഇംപ്ലിസിറ്റ്. അതാണ് ആൻസർ. എക്സ്പ്ലനേഷൻ നോക്കാം. ശ്രീകുൽ. The candidate listens to news on the radio does not mean that he does not read newspaper or that radio is the only source of recent news. Nee parna karyam thanne. So neither one nor two is implicit. Ninth statement, believe me, I have read it in newspaper X. എന്നെ എന്താ പറയുക, ബിലീവ് ചെയ്യൂ, ഞാൻ വന്നിട്ട് ഈ ന്യൂസ് പേപ്പർ എക്സ് എന്ന് വായിച്ചതാണ്. അസംഷൻസ്: ന്യൂസ് പേപ്പർ എക്സ് ഗിവ്സ് റിലയബിൾ ഇൻഫർമേഷൻ ഓർ ന്യൂസസ്. ഓക്കെ, അത് പറഞ്ഞിട്ടില്ല, ഒന്നും ആ ഒരു കാര്യത്തിന് മാത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് കാരണം ആ ഒരു അസംഷൻ റോങ് ആണ്. ഐ എം റിപ്പോർട്ടിംഗ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് ഗിവൻ ഇൻ ന്യൂസ് പേപ്പർ എക്സ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ചത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. മാത്രമേ എന്നല്ല, ആ ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. സോ സെക്കൻഡ് അസംഷൻ നോക്കൂ. ഐ ആം റിപ്പോർട്ടിംഗ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് ഗിവൻ ഇൻ ന്യൂസ് പേപ്പർ എക്സ്. എന്താണോ ആ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ തന്നിരിക്കുന്നത്. സോ ഈ ഒരു അസംഷൻ സ്റ്റേറ്റ്മെന്റിന് റിലവൻ്റ് ആയിട്ടുണ്ട്. സോ ഇംപ്ലിസിറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി. Only assumption 2 is implicit. Explanation നോക്കാം. The narrator in the statement clearly insists on the reliability of the fact that what he said he had read it in newspaper X and not on the truth of
വാട്ട് ഹീ സെറ്റ്. അയാളുടെ വായിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ only 2 is implicit. Next question. Statement: wanted a 2-bedroom flat in the court area for immediate possession. An advertisement. അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്? അത് ട്രൂ ആണെന്നും അത് നമ്മൾ വായിച്ചെന്നും ഉള്ള ഒരു അസംഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ, ഫ്ലാറ്റ്സ് ഓർ അവൈലബിൾ ഇൻ കോർട്ട് ഏരിയ. ഓക്കെ, ഇയാൾ അവൈലബിലിറ്റി ചോദിച്ചിട്ടില്ല അല്ലേ, എനിക്ക് ആവശ്യമാണ്, വാണ്ടഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് അസംഷൻ എക്സ്പ്ലിസിറ്റ് ആണ്. സം പീപ്പിൾ വിൽ റെസ്പോണ്ട് ടു ദ അഡ്വർടൈസ്മെന്റ്. നമ്മൾ റൂൾ അനുസരിച്ചിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന അസംഷൻ കറക്റ്റ് ആണ്, ഇംപ്ലിസിറ്റ് ആണ്. സോ സെക്കൻഡ് വൺ ഇസ് ഇംപ്ലിസിറ്റ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ടു ഗിവ് സച്ച് ആൻ അഡ്വർടൈസ്മെന്റ്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അസംഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം അത് റോങ് ആണെന്ന്. ഓക്കെ, സോ ഓപ്ഷൻ ബി only 2 is implicit. Explanation നോക്കാം. The advertisement depicts only the requirement. അല്ലേ, അയാൾക്ക് വാണ്ടഡ് ആണ്, റിക്വയർമെന്റ് മാത്രമാണ്. അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അസംഷൻ വന്നാൽ ഓക്കെ. നോട്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫ്ലാറ്റ്സ് ഇൻ കോർട്ട് ഏരിയ. So one is not implicit. Such advertisements are given with the expectation of a response which can make such a flat available. So 2 is implicit. Assumption 3 does not follow from the statement and so is not implicit. Okay. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ പറഞ്ഞ 6 ക്വസ്റ്റ്യൻസിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ചോദിക്കാൻ പറ്റാത്തവര് മെസ്സേജ് ഇട്ടാലും മതി. ഇല്ല ടീച്ചർ, പക്ഷെ ആ കമ്പ്യൂട്ടറിന്റെ പറഞ്ഞിട്ടുണ്ടായില്ലേ ടീച്ചറെ, അതില് നമ്മള് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കോ ടീച്ചറെ? ഓക്കെ, ശ്രീകുൽ. ഇതല്ലേ അതില് ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഇതില് ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഈസ് ഈസി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മള് സ്കൂൾ ലെവലിലേക്ക് കണക്ട് ചെയ്യിക്കണല്ലേ? അങ്ങനെയാണ്. കുഞ്ഞുകുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതല്ലേ, വേഗം അവർക്ക് ലേൺ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലേ. പിന്നെ ആ ഒരു അപ്പൊ തന്നെ നമ്മൾ ജോബിനെ കുറിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുമില്ല അല്ലേ. ഈ രണ്ടാമത്തെ മനസ്സിലായി, പക്ഷെ മറ്റേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്കൊരു ഡൗട്ട് തോന്നി, ഇതും എക്സ്പ്ലിസിറ്റ് ആണോ? അല്ല, എക്സ്പ്ലിസിറ്റ് അല്ല, ഇംപ്ലിസിറ്റ് ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ലെവലിൽ ഈസി ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുക. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് തന്നിരിക്കുന്നത് അല്ലെ. ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഈസി കണക്ട് ചെയ്യുന്നുണ്ട്. അതേ ഇതിവിടെ വേറെയാണ് തന്നിരിക്കുന്നത്. ലേണിംഗ് കമ്പ്യൂട്ടർ ഇസ് നോട്ട് ഈസി, ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലിസിറ്റ് ആക്കാം. എങ്ങനെ എക്സ്പ്ലിസിറ്റ് ആക്കാം? ആ കമ്പ്യൂട്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട്, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുണ്ടാവുക. ഇറ്റ്സ് നോട്ട് വെരി ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോ ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആണ്. ലേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ഇസ് ഈസി, അത് കാരണമാണ് അവർ സ്കൂൾ ലെവലിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ വൺ ഇസ് ഒരു ഡൗട്ട് വന്നു, അത് എക്സ്പ്ലിസിറ്റ് ആണോ എന്ന് തോന്നിപ്പോയി. ഇപ്പൊ മനസ്സിലായില്ലേ? ശരി, ഓക്കേ ടീച്ചർ. ഓക്കേ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കേ, അപ്പോ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ ശ്രീകുൽ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്:
ഡ്രോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഡെലിറ്റ് ചെയ്യാമോ? ഓക്കെ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ അഡ്മിസിബിൾ ഏജ് ഫോർ എ ചൈൽഡ് ടു ജോയിൻ എ സ്കൂൾ ഇസ് 5 years. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ നോക്കിയില്ലേ, അതേപോലെ തന്നെ. ഓക്കെ, ഫസ്റ്റ് അസംഷൻ നോക്കാം. അറ്റ് ദിസ് ഏജ് ദ ചൈൽഡ് ഇസ് ഫെമിലിയർ ടു അഡാപ്റ്റബിലിറ്റി. അല്ലേ, കറക്റ്റ് ആണ്. ഒരു 5 years ആകുമ്പോൾ അഡാപ്റ്റബിലിറ്റി ഉണ്ടാവും. സോ ആ ഒരു അസംഷൻ ട്രൂ ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? ദ അഡ്മിസിബിൾ ഏജ് ഫോർ എ ചൈൽഡ് ടു ജോയിൻ എ സ്കൂൾ ഇസ് 5 years. 5 years ആകുമ്പോൾ സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അഡ്മിസിബിൾ ഏജ് ആണ് 5 years. ഓക്കെ, assumption 1, at this age the child is familiar to adaptability. അത് കറക്റ്റ് ആണ്, relevant ആയിട്ടുണ്ട്. So 1 is implicit. Assumption 2, after this age kids do not like to go to school. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഒരു അസംഷൻ കറക്റ്റായി നോക്കിക്കോളൂ. ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്, അല്ലേ? സോ സെക്കൻഡ് അസംഷൻ റോങ് ആണ്, എക്സ്പ്ലിസിറ്റ് ആണ്. Third assumption, schools do not take admission of children who are more than 5 years old. ആണോ? 5 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കില്ല എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതും ഇറലവൻ്റ് ആയിട്ടാണ് ഉള്ളത് സ്റ്റേറ്റ്മെന്റിന്. സോ തേർഡ് ഓൾസോ എക്സ്പ്ലിസിറ്റ്. അപ്പൊ ഇത് മാത്രമാണ് only assumption 1 as follows. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കാം. In the given statement, it is mentioned that 5 years is an admissible age for kids to join the school. The only sensible assumption which proves the statement to be true is that changes of kids getting more adaptable to the school at this young age are very high. മനസ്സിലായില്ലേ? നമുക്ക് അഡാപ്റ്റബിലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ അസംഷനിലും പറഞ്ഞിട്ടുണ്ട്. സോ അസംഷൻ 1 is കറക്റ്റ്. ബാക്കി രണ്ടും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ പറഞ്ഞ സെന്റൻസിന്. സോ ബാക്കി രണ്ടും എക്സ്പ്ലിസിറ്റ് ആണ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്കിപ്പോൾ ഇൻ കേസ് എനിക്കൊരു ഫസ്റ്റ് അസംഷൻ കറക്റ്റ് ആണ്, എനിക്ക് സെക്കൻഡ് അസംഷനും കറക്റ്റ് ആണെന്ന് വെക്കാം. ഈ സെന്റൻസിലല്ല, ഈ ഒരു ക്വസ്റ്റ്യനിലല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം. ഫസ്റ്റ് അസംഷൻ കറക്റ്റ് ആണെന്ന് വെക്കാം, ഈ സെക്കൻഡ് അസംഷനും കറക്റ്റ് ആണെന്ന് വെക്കാം. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണ്. ഓക്കെ, നോക്കുമ്പോൾ ഇതിൽ ആ ഓപ്ഷൻ തന്നിട്ടില്ല, അല്ലേ? ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്? only assumption 1 as follows, both assumption 1 and 3 follow, assumption 1, 2 and 3 follow, only assumption 2 follow, none of the above. നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. ഇതിൽ എൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, വേറൊരു ക്വസ്റ്റ്യൻ വെച്ച് പറയാണ് ഞാൻ. അസംഷൻ 1 and 2 follows എന്ന്. ഈ ആൻസറിൽ നോക്കുമ്പോൾ ഈ 5 ഓപ്ഷനിലും അതില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? None of the above. None of the above ആണ്. None of the above. None of the above ആയിരിക്കും ആൻസർ. ഓക്കെ, നമ്മൾ ക്ലിയർ ആയി നോക്കണം. ഒന്നുണ്ടല്ലോ ശരി എന്ന് പറഞ്ഞിട്ട് only assumption 1 മാത്രം ഇവിടെ ഫോളോ ചെയ്യാൻ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഫോർത്ത് ഓപ്ഷൻ കണ്ട only assumption 2 follows. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? none of the above ആണ് ആൻസർ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഇതിന്റെ വായിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Statement, food poisoning due to the consumption of liquor is very common in rural areas. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞതാണ്. Assumption 1, there are more illegal and unauthorized shops selling liquor in villages and rural areas. അല്ലേ? റൂറൽ ഏരിയാസിൽ ഇതുപോലെ എന്താ പറയാ, അൺഓത്തറൈസ്ഡ് ഷോപ്സ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ഉള്ളത് കാരണം അവിടെ നിന്ന് മേടിച്ച് കുടിക്കുന്ന ആൾക്കാർക്ക് എന്താവും? ഫുഡ് പോയ്സൺ ഉണ്ടാവും, അല്ലേ? സോ ഫസ്റ്റ് അസംഷൻ റെലവെന്റ് ആയിട്ടാണ് ഉള്ളത്. സെക്കൻഡ് അസംഷൻ നോക്കാം. ദ റേഷ്യോ ഓഫ് പീപ്പിൾ ഡ്രിങ്കിങ് ലിക്കർ ഇൻ വില്ലേജസ് ഇസ് മച്ച് മോർ ദാൻ ദാറ്റ് ഇൻ ടൗൺസ്. അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കമ്പാരിസൺ ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? സോ
Second assumption is explicit. First one is implicit. Answer നോക്കാം. Shrikur. Only assumption one follows. Explanation നോക്കാം. The statement is talking about food poisoning due to liquor. So the number of people consuming liquor in towns or villages is not the main concern here, which is why only assumption one follow. Only പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതിന്റെ റെലവെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. സോ ഫസ്റ്റ് അസംഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. സോ സെക്കൻഡ് അസംഷൻ ഇസ് എക്സ്പ്ലിസിറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Divya was advised by the doctor that she should not take part in the dance competition. Assumption 1, the doctor did not want Divya to take part in the competition because he was afraid that she might lose. ഇപ്പൊ നോക്കുക, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണ്ട, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? ഡോക്ടർ പറഞ്ഞു ദിവ്യ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അയാൾ ലോസ് ആവും എന്ന് വെച്ചിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ? ഇല്ല. ഓക്കെ, so first assumption is wrong. Second assumption, Divya had major surgery because of her injury. നോക്കുക, ഫസ്റ്റ് സെക്കൻഡ് അസംഷൻ വേണമെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, എന്ത് കാരണമായിരിക്കാം റീസൺ നോക്കൂ. ദിവ്യ വാസ് അഡ്വൈസ്ഡ് ബൈ ദ ഡോക്ടർ ദറ്റ് ഷീ ഷുഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഇത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട് അല്ലേ? സോ സെക്കൻഡ് അസംഷൻ ഇസ് ഇംപ്ലിസിറ്റ്. Third assumption നോക്കാം. Divya did not have the money to go for the audition. ഇതും പറഞ്ഞിട്ടില്ല. മണിനെ കുറിച്ചും ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ഡോക്ടർ എന്ത് കാരണം പറഞ്ഞിരിക്കുക എന്നുള്ള റീസൺ പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ഹാഡ് മേജർ സർജറി ബിക്കോസ് ഹർ ഇൻഷുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അസംഷൻ 2 ഫോളോസ് ബട്ട് അസംഷൻ 1 and 3 ഡു നോട്ട് ഫോളോ. എക്സ്പ്ലനേഷൻ നോക്കാം. ശ്രീകുൽ. Based on the statement, explanation. Based on the statement given, the doctor would only advise a patient to not do a certain things if they are unwell. In this case, surgery. Okay, which is the only suitable assumption why the doctor would advise Divya to not take part in the dance competition. Okay, കറക്റ്റായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഈ ഒരു അസംഷൻ സൂട്ട് ആവുന്നുണ്ട്. എന്താ റീസൺ എന്ന് പറഞ്ഞ ഒരു പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് കാരണം സെക്കൻഡ് അസംഷൻ ഇസ് ഇംപ്ലിസിറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ്, ഇൻ an election conducted in village X, only 20% of the total number of 20% of the total number of women in the village came to vote. Anna ശ്രദ്ധിച്ചോളൂ. In an election conducted in village X, X എന്ന് പറഞ്ഞ വില്ലേജിൽ election conduct ചെയ്തു. Only 20% of the total number of women in the village came to vote. 20% of women മാത്രമാണ് വന്നിട്ട് വോട്ട് ചെയ്യാൻ വരുള്ളൂ. Assumption 1, the number of men in the village is more than the number of women in the village X. ഇവിടെ comparison പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ comparison പറഞ്ഞിട്ടില്ല. So assumption 1 is explicit. Assumption 2, women had to cook food and could not come to vote. ഇതിപ്പോ എനിക്ക് റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. എല്ലാ വിമൻസിനും കുക്ക് ചെയ്യാൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലെ? അപ്പൊ 20% മാത്രം എങ്ങനെ വരും? സോ കറക്റ്റ് റീസൺ ഇതല്ല. ഓക്കെ, so second also explicit. Answer 3 ആണ്. എന്താണ്? neither assumption 1 nor assumption 2 follows. Explanation നോക്കാം. The statement clearly indicates that out of the total number of women in the village, only 20% came around to vote. So the ratio between the number of men and women is not applicable here, and the second assumption is not applicable as well. അല്ലേ?
ഫസ്റ്റ് നമുക്കറിയാം അവിടെ കമ്പാരിസൺ പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സ്പെസിഫിക് ആയിട്ട് വിമനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് വിമന്റെ ആ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒന്നും ഇവിടെ പറഞ്ഞിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം അതൊരു കറക്റ്റ് റീസണും അല്ല, അല്ലേ? സോ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എടുക്കാം. എത്ര മിനിറ്റ്സ് ഉണ്ട് ശ്രീകൊള്ളിനി? Statement 1. The school has decided to cancel the summer camp this year. Okay. ശ്രദ്ധിച്ചോളൂ. The school has decided to cancel the summer camp this year. Summer camp cancel ചെയ്തു. അതിൻ്റെ റീസൺ കറക്റ്റ് റീസൺ ആണെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യും. ഓക്കെ. Assumption 1. No entries have been received by the institution for students willing to join the summer camp. അത് നമ്മൾ പറയാലോ, കുട്ടികളില്ല, അത് കാരണം അവർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അത് ഇംപ്ലിസിറ്റ് ആവുന്നുണ്ടല്ലോ അല്ലെ? എന്ത് പറഞ്ഞോ സ്റ്റേറ്റ്മെന്റിൽ, ആ സ്റ്റേറ്റ്മെന്റിന് റെലവെന്റ് ആയിട്ട് തന്നെ തന്നിരിക്കുന്നു. സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ല, എൻട്രീസ്, നോ എൻട്രീസ് ആണ്. സോ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് അസംഷൻ കറക്റ്റ് ആക്കുന്നുണ്ട്. സോ അസംഷൻ 1 is implicit. Assumption 2 നോക്കാം. It is being cancelled because the weather is too hot. Okay. എന്ത് കാരണം, ഹോട്ട് ആയത് കാരണമാണ് ക്യാൻസൽ ചെയ്തത് നോക്കൂ. അത് കറക്റ്റ് റീസൺ അല്ല. എന്താന്ന് വെച്ചാൽ സമ്മർ ക്യാമ്പ് എന്ന് പറയുന്നത് തന്നെ എപ്പോഴാണ്? സമ്മർ സീസണിലാണ്. സോ ഹോട്ട് ഉണ്ടാവും, നമുക്കറിയാം. നമ്മളെല്ലാവരും സമ്മർ ക്യാമ്പ് അപ്പൊ തന്നെ പോവുള്ളൂ. ഓക്കെ, ലീവൊക്കെ ഉണ്ടാവും, അപ്പോഴാണ് പോവുക. സോ only assumption 1 follows. Second one is irrelevant ആയിട്ടുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. സോ assumption 2 is not follows, explicit ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ശ്രീകുൽ. Because the school was not receiving any student entries for participation in the summer camp. That is why it was cancelled. Okay, that is why it is cancelled. Okay. Summer camp students ne kittilla, so summer camp cancel ചെയ്തു. The second option is not implicit because the camp is being conducted in summers, so the weather is expected to be hot. Okay. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ പറഞ്ഞ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ? ചെറിയ ഡൗട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചോളൂ. എന്താ ഡൗട്ട്? ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആയിട്ടുണ്ട്.